الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഇവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അല്ലാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആകസ്മികമായ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ, കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരണങ്ങളുടെ വാർത്ത ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വരുന്നതായി അത്തരം വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെയും മരണം ഇതുപോലെ ഒരു ദിവസം സംഭവിക്കും എന്ന ഉറപ്പ്, യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഏത് സമയത്ത് മരണം നടന്നാലും നല്ല ഒരു മരണം ഉണ്ടാകണം എന്നതാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത്. ജീവിതത്തിന്റെ അവസാനം, പര്യവസാനം നന്നാകണം എന്ന് സ്വപ്നം കാണുകയും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നവും തീവ്രമായ ആഗ്രഹവും അതായിരിക്കണം. നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? പല നിലക്കുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നൂറായിരം സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. ദീർഘകാലത്തിന് ശേഷം വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയാകട്ടെ, അതുപോലെ തന്നെ കുടുംബക്കാരാകട്ടെ, അവരെ കാണാനും അവരെ സ്വീകരിക്കുവാനും ഒക്കെ തീവ്രമായ പല ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് കാത്തിരിക്കാറുള്ളത്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അവരുടെ എക്സാമും പഠനവും അതുപോലെ തന്നെ അവർക്ക് അതിന്റെ റിസൾട്ട് SLCയുടെ ഒക്കെ റിസൾട്ട് വരുന്നെന്ന് പറയുമ്പോൾ അതിന് പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും സ്വപ്നവുമൊക്കെ നമുക്കറിയാം. നല്ല മാർക്ക് വേണം എന്ന പ്രതീക്ഷയിലാണ് അവൻ കഴിഞ്ഞുകൂടാറുള്ളത്. ലേബർ റൂമിന്റെ മുന്നിൽ ഭാര്യ പ്രസവിക്കാൻ കയറ്റുമ്പോൾ ആ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിൽക്കുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. ആ കുടുംബം ആ വാർത്ത കേൾക്കാൻ വേണ്ടി, ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്ന സന്തോഷ വാർത്തക്ക് വേണ്ടി എത്ര വലിയ പ്രതീക്ഷയിലും തീവ്രമായ ആഗ്രഹത്തിലുമാണ് അവിടെയൊക്കെ കഴിഞ്ഞുകൂടുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, തീവ്രമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ അവസാനം മരണം. ആ മരണരംഗം, ആ രംഗത്ത് മലക്കുകൾ വന്ന് ആശീർവാദത്തോടു കൂട്ടി ഏറ്റവും നല്ല ആത്മാവെ എന്ന് അഭിസംബോധന ചെയ്ത് യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ എന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ഒരു വ്യക്തിയായി മരിക്കണം എന്ന തീവ്രമായ ആഗ്രഹം വെച്ച് പുലർത്തുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നല്ല മരണമുണ്ടാകണമെങ്കിൽ അതിന് ചില പരിശ്രമങ്ങൾ അനിവാര്യമാണ്, കൂടിയേ തീരൂ എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ദീർഘമായ ഒരു ഹദീസ് പല ഗുരു നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന അഹദകും ഫൽയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. ഒരു വ്യക്തി, അള്ളാഹു തന്നെയാണ് സത്യമെന്ന് റബ്ബിനെ സത്യം ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇന്ന അഹദുക്കും, ഒരു വ്യക്തി ബിഅമലി അഹ്ലിൽ ജന്ന, അദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും സദഖയും ഇസ്ലാമിക പ്രബോധനവും ഒക്കെയായി ഇങ്ങനെ സ്വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ അവന്റെ രേഖ അവനെ മുൻകടക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ ഇബാദത്തുകൾ ചെയ്ത് സ്വർഗാവകാശിയായി മുന്നോട്ട് പോയ വ്യക്തി അവസാന സമയത്ത് നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത്, അധർമ്മങ്ങൾ ചെയ്ത് അവൻ അഹ്ലിന്നാറിന്റെ വ്യക്തിയായി മാറി ആ നിലക്ക് മരണപ്പെട്ട് നരകത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു വ്യക്തി അവനിങ്ങനെ അഹ്ലിന്നാറിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് തെമ്മാടിയായി ലോകത്ത് ജീവിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ അവന്റെ രേഖ അവനെ മുൻകടന്നു, അവന്റെ പ്രവർത്തനത്തെ മുൻകടന്നു. എന്നിട്ടോ അവസാനം സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നത് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി. ഈ ഹദീസ് ഓരോ വിശ്വാസികളും വളരെ ഗൗരവത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ഖുതുബ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. സഹോദരങ്ങളെ, എങ്ങനെ സംഭവിക്കാം? അതുകൊണ്ട് എപ്പോഴും ഒരു ജാഗ്രത, പേടി. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, ഈമാനോടുകൂടി മരിക്കണം എന്ന പ്രതീക്ഷ ഉണ്ടാകണം. നമ്മൾ കുഴപ്പമില്ല, നമ്മൾ മുസ്ലിമാണ്, ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ച് സ്വർഗാവകാശിയാണെന്ന് ഉറപ്പിച്ച് ജീവിക്കാനല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എപ്പോഴും ആ ഒരു പേടി ഉണ്ടാകണം, പ്രതീക്ഷയുണ്ടാകണം, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റിയുള്ള പ്രതീക്ഷയുണ്ടാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന സമയത്ത് വഴിതെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിശാച് ആ സമയത്തും മനുഷ്യനെ വഴിതെറ്റിക്കാൻ പാർത്തിരിക്കുകയാണ് എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാതീം. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവനെ തീരുമാനിക്കുന്നത് അവന്റെ അവസാനത്തെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുടുംബരംഗം എങ്ങനെ പോകുന്നു, അതിനനുസരിച്ചാണ് പര്യവസാനം ഉണ്ടാവുക. നമ്മുടെ മാതാപിതാക്കളോടുള്ള നിലപാട് എന്താണ്, ഇടപാടുകൾ എന്താണ്, ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ, അതിനനുസരിച്ചാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെ നന്നാവുക,
അതിന് അവന്റെ പ്രവർത്തനങ്ങൾ അതിന് കാരണമാണെന്നാണ്. അവന്റെ കുടുംബരംഗം ശരിയായിരിക്കണം, അവന്റെ മാതാപിതാക്കളുള്ള ബാധ്യതകൾ നിർവഹിക്കണം. അതുപോലെ തന്നെ അതൊക്കെ അനുസരിച്ചാണ് അവന്റെ ഹവാത്തീമ് നന്നാവുക, അമല് നന്നാവുക. അവന്റെ സാമ്പത്തിക സ്ഥിതി, അവന്റെ സാമ്പത്തികം എങ്ങനെയാണ് എന്നത് അവൻ പരിശോധിക്കണം. അവന്റെ രഹസ്യ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകം പണ്ഡിതന്മാര് പറയുന്നുണ്ട്, രഹസ്യ ജീവിതം അതെങ്ങനെയാണ് എന്നത് കൃത്യമായി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. നമ്മുടെ പരസ്യ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാ രംഗത്തും ഇസ്ലാം പറഞ്ഞ മാർഗരേഖകൾ അത് ആ നിലക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന്റെ അവസാനം ഖാത്തിമത്ത് നന്നാവുകയുള്ളൂ എന്ന് മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു ഗംഭീരമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് ആളുകൾ സഹാബിമാര് യുദ്ധം ചെയ്യാണ്. ഒരു വ്യക്തി അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ശരീരത്ത് മുറിവ് പറ്റി. ആ സമയത്ത് മുറിവിന്റെ വേദന സഹിക്കവയ്യാതെ, ആലോചിച്ച് നോക്കേണ്ട ഒരു യുദ്ധരംഗമാണ്, അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് മുന്നേറുന്നത്. ശരീരത്തിൽ മുറിവുകളിട്ട് ആ വേദന സഹിക്കവയ്യാതെ അവസാനം ആ വാള് തന്നിലേക്ക് സ്വന്തം ശരീരം അമർത്തി ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ഗൗരവത്തിൽ ആലോചിക്കണം. പര്യവസാനം നന്നാകണം, പര്യവസാനം നന്നാകണം. അള്ളാഹുവിന്റെ തൗഫീഖ് അതിന് വേണം എന്നത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ ഈ വിഷയം പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെയിൽ എക്സ് മുസ്ലിങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിനോട് വെറുപ്പുള്ള ആളുകൾ മുസ്ലിം നാമധാരികളാണ്. ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളോട് വെറുപ്പ്, ഇസ്ലാമിന്റെ വസ്ത്രദാനത്തോട് വെറുപ്പ്, ഇസ്ലാമിന്റെ നിലപാടുകളോട് വെറുപ്പ്, ഇത് വെച്ചു പുലർത്തിക്കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം എന്ന പേര് പോലും പറയാൻ മടി കാണിക്കുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മരണം അത് നന്നാകണം, അതിനുവേണ്ടി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തീവ്രമായ സ്വപ്നവും ആഗ്രഹവുമായിരിക്കണം. സഹോദരങ്ങളെ, അല്ലാത്തൊരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അവന് നരകം ഉറപ്പാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 217 വചനം, ഒരു വ്യക്തി അവൻ ദീനിൽ നകന്നാൽ, അവൻ ദീൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അവന് മതത്തിനോടൊന്നും താല്പര്യമില്ല, ഇസ്ലാമിൽ നകരാൻ തീരുമാനിച്ചു, അവൻ സത്യനിഷേധിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആഖിറവും പരലോകവും ദുനിയാവും അവന്റെ ഇബാദത്തുകളും എല്ലാം അവന് നഷ്ടമാണ് എന്ന് ഖുർആൻ. അവൻ നരകാവകാശിയാണ്. ആ നരകത്തിൽ അവൻ ശാശ്വതനാണ്. എത്ര വലിയ അധവാക്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുസ്ലിം അല്ലാതെ മരിച്ചാൽ ഖാലിദീന ഫീഹാ, അവൻ നരകത്തിൽ ശാശ്വതനാണ്. ദുനിയാവും ആഖിറവും അവന് നഷ്ടമാണ്. ഈ ദുർഗതി നമുക്ക്, നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഗൗരവത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ കേൾക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അപകടം നമ്മുടെ മുന്നിലേക്ക് വരും. അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയം വേണം. ഞാൻ പറഞ്ഞ വിഷയം അതാണ്. അള്ളാഹു ഹാത്തിമത്ത് നന്നാക്കി തരണം. നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മുൻകാമികളുടെ ചരിത്രം നോക്കൂ. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ അദ്ദേഹം ഇരുന്നിങ്ങനെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു, എന്താണ് അങ്ങനെ കരയുന്നത്, എന്താണ് ഇത്ര വിഷമിക്കുന്ന കാരണം എന്താണ്? അങ്ങയുടെ പാപങ്ങൾ ആലോചിച്ചിട്ടാണോ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടാണോ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, അല്ല, ഒരിക്കലുമല്ല. തെറ്റുകൾ കാരണമാണോ കരയണത്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ കരയാനുള്ള കാരണം പര്യവസാനം നന്നാകുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ആ പണ്ഡിതൻ രേഖപ്പെടും. എന്നിട്ടാണ് ഈ ആയത്ത് തോന്നുന്നത്, മിൻകുമൻ ദീനിഹി, ആരെങ്കിലും ദീനിൽ നിന്ന് തെറ്റിപ്പോയാൽ, അതുപോലെ തന്നെ കാഫിറായി സത്യനിഷേധയായി മരിച്ചാൽ ഉലൈക അസ്ഹാബുന്നാർ, അവൻ നരകാവകാശിയാണ് എന്നായിട്ട് മഹാനവറുകൾ പാരായണം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ജീവിതം മുഴുവനും ദീനിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ദീനിന്റെ വിജ്ഞാനദാഹികൾക്ക് ധാരാളം വിജ്ഞാനങ്ങൾ ലോകത്ത് പകർന്നു കൊടുത്ത, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാരഥന്മാരുടെ പേടി എന്താണെന്നറിയോ? ഈമാനോടുകൂടി മരിക്കുന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ സ്വഹാബിമാര് പോലും
അല്ലെ, അവസാനം നന്നാകുമോ എന്ന ഭയത്തോടു കൂടിയാണ് ജീവിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്ത് ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കുക. 20-40 വർഷം പള്ളിയിൽ ഒരു വഖത്ത് ജമാഅത്ത് പോലും നഷ്ടപ്പെടാതെ ആ പള്ളിയിൽ ജമാഅത്തിന് ബാങ്കിന് മുന്നേ തന്നെ പങ്കെടുത്ത പണ്ഡിതന്മാരുണ്ട്. അല്ലെ, ഒരു വഖത്ത് പോലും ബാങ്കിന് ശേഷമല്ല പള്ളിക്ക് വന്നിട്ടുള്ള, ബാങ്കിന് മുന്നേ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പോലും ഭയപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഹാത്തിമത്ത് നന്നാകണം, അതിനുവേണ്ടി അഹോരാത്രം സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ച് ആ ഭയത്തോടുകൂടി ജീവിച്ചവരാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മളിൽ അധികം ആളുകളും ഇന്ന് ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. നമ്മുടെ സ്വപ്നങ്ങൾ പലതുമാണ്. നമ്മുടെ മക്കൾക്ക് പോലും നമ്മൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ പലതാണ്. അവർക്ക് പല സ്വപ്നങ്ങളും അവരുടെ മനസ്സുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അവർ യാത്ര ചെയ്യുന്നുണ്ട്. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണമെന്ന സ്വപ്നവുമായി ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ മരണം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഹാത്തിമത്ത് എന്ന് ചിന്തിക്കണം. ഒന്നാമത് വേണ്ടത് ആ ഭയമാണ്. രണ്ടാമത്തെ വിഷയം പണ്ഡിതന്മാർ പറയുന്നു ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് ഉണ്ടാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പം നിൽക്കുകയാണ്. ഒരു മയ്യിത്ത് സംസ്കരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് മയ്യിത്ത് ആ ഖബർ കുഴിക്കാൻ അല്പസമയം വേണ്ടി വന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരൊക്കെ അവിടെ ഉണ്ട്. റസൂൽ ആ ഖബറിന്റെ മുന്നിലേക്ക് ഇരുന്നു. ഒരു ചെറിയ കമ്പിൻ കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ തോണ്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് ഒരു ഹദീസ് വഹീ വന്നു, പ്രവാചകൻ വിയർത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 2 മരണങ്ങൾ, ഒന്ന് സത്യവിശ്വാസിയുടെ മരണമാണ്, ഒന്ന് സത്യനിഷേധിയുടെ മരണമാണ്. 2 മരണങ്ങളും പ്രവാചകൻ അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിശദീകരിച്ചു കൊടുത്തു. വഹീന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുത്തു. സത്യവിശ്വാസികൾ സന്തോഷത്തോടു കൂടി ലോകത്ത് നിന്ന് വിട പറയും. സത്യനിഷേധികളുടെ ആ ഭീമാകാരമായ അവസ്ഥ, പേടിപ്പിക്കുന്ന അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഹദീസിലൂടെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. അല്ലെ, ഒരു സത്യവിശ്വാസിയുടെ മരണം സുമ്മസ്തഖാം, ഇസ്തിഖാമത്തോടുകൂടി എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ ജീവിച്ചു പോയ ഒരു വ്യക്തി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവൻ, ആ മാർഗത്തിൽ നിലകൊണ്ടവൻ, തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശ ലോകത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു വബിശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. അല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. മരണത്തിന്റെ വേദനയിലും നിങ്ങൾക്ക് ഇനി വേദനയില്ല, ആശ്വാസത്തിന്റെ ലോകത്തേക്ക് നിങ്ങൾ യാത്ര പോവുകയാണെന്ന ആശീർവാദത്തോടുകൂടി മരണത്തെ കൊള്ളുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വലാ തഹ്സൻ. വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സൻ വബിശിറു, സന്തോഷ വാർത്തയാണ് എന്നറിയിച്ചു മരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനെന്ത് വേണം? റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്ത് വേണം. ഈ മതത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ എടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നത് തന്നെയാണ്. തൗഹീദ് ഉണ്ടായിരിക്കണം. വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പരലോക രക്ഷക്ക് തൗഹീദ് അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൻ ഖാന ആഖിറു കലാമിഹി, അത് കേവലം വാചകങ്ങൾക്കപ്പുറത്ത് ഹൃദയം കൊണ്ടുള്ള അടയാളപ്പെടുത്തലായി മാറണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി ജീവിച്ചൊരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കേവല വാക്കല്ല, ആദർശ പ്രഖ്യാപനമാണത്. അതിനുവേണ്ടി ജീവിക്കണം. അതിനോട് നമുക്ക് കൂറുണ്ടാകണം, തൗഹീദിനോട് കൂറുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളിൽ തൗഹീദ് ഉറയ്ക്കണം. തൗഹീദ് പ്രബോധനത്തിൽ എപ്പോഴും നമ്മൾ ഓരോരുത്തരും മുന്നിലുണ്ടാകണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. ജാഅ റജുലുൻ, ഒരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ടോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്നക അബ്ദുഹു വറസൂലുഹു, അല്ലാഹു ആരാധനക്കർഹൻ, മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സുമ്മ തഖദ്ദമ ഫഖാതല ഹത്താ ഖുതില, അങ്ങനെ അല്ലാഹുവിന്റെ പോരാട്ട ഭൂമിയിലേക്ക് പിന്നെ പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ട് എങ്ങനെ ആ മനുഷ്യൻ ഷഹീദായി, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒരു വഖ്ത് നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. ഒരു വഖ്ത് നിസ്കാരം പോലും നമ്മൾ നിർവഹിച്ചിട്ടില്ല. ഇസ്ലാമിൽ മറ്റൊരു കർമ്മവും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമില ഹാദാ യസീറൻ, കർമ്മങ്ങൾ വളരെ കുറവാണ്, പക്ഷേ വഉജ്റ കസീറ, പ്രതിഫലം വളരെ കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചോ, ആ ആദർശത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് വന്ന് ഒരു വഖ്ത് നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ അപ്പോൾ മരിച്ച വ്യക്തി, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല.
ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമ്പിച്ച പ്രതിഫലമാണ് ആ വ്യക്തി നേടിയെടുത്തത് എന്ന് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവൻ, അതിനുവേണ്ടി ജീവിച്ചവൻ, അവൻ മറ്റൊരു അമൽ ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു. എന്നിട്ട് നബിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ തൗഹീദുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അതിൽ സംശയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നെ അമല് ചെയ്യൂല എന്ന് പറഞ്ഞ് നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. നബിയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ ഇത്തരം ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഫഖാല സദഖ, നബി പറഞ്ഞത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗഹീദിന്റെ പ്രാധാന്യമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അത്രമേൽ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ വിശ്വാസത്തിൽ മാലിന്യം ഉണ്ടാകാൻ പാടില്ല, ശിർക്ക് കലരാൻ പാടില്ല, കുഫ്ർ വരാൻ പാടില്ല. പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. നമ്മൾ സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. നേർച്ച വഴിപാടുകൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. മറ്റൊരു സൃഷ്ടിപ്പടപ്പുകൾക്കും അതൊന്നും നമ്മൾ നൽകാൻ പാടില്ല. ഇങ്ങനെ കലിമ അംഗീകരിച്ചവർ, അതാണ് ഉസാമത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഹറമല്ലാഹു അലൈഹി നാർ, നരകം അവന് ഹറാമാണ്, അവന് സ്വർഗപ്രവേശനമുണ്ട് എന്ന് അവിടുന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കലിമ ഉൾക്കൊള്ളുന്ന അത്രയും ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അവൻ അതിനുവേണ്ടി നിർവഹിക്കുന്ന ഒരു ദിക്ർ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്രയുമുള്ള ഒരു ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ യൗമി മിഅത മറ, ഒരു ദിവസം 100 തവണ, രാവിലെ 100 തവണ, വൈകുന്നേരം 100 തവണ. ഏതാണ് ദിക്ർ? നമുക്കെല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ തൗഹീദിന്റെ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഖാനത് ലഹു അദ്ല 10 റിഖാബി, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. വഖുതിബത ലഹു 100 ഹസന, 100 നന്മകൾ. അതുപോലെ തന്നെ 100 തിന്മകൾ മായ്ക്കപ്പെടും. വഖാനത് ലഹു ഹിർസം മിനശ് ശൈത്വാനി യൗമൻ ദാലിക ഹത്താ യുംസിയ, അന്ന് വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം. ലം യഅതി അഹദുൻ ബിഅഫ്ളി മിമ്മാ ജാഅ ബിഹി അഹദുൻ ഇല്ലാ അമില അക്സർ മിൻ ദാലിക. നാളെ പരലോകത്ത് ഈ മനുഷ്യനേക്കാൾ മറ്റൊന്നും കൂടുതൽ ചെയ്യാത്ത ഒരാളും വരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ദിക്ർ എത്ര പ്രതിഫലമാണ്! പിശാചിൽ നിന്നുള്ള സംരക്ഷണം, 100 നന്മകൾ, 100 തിന്മകൾ മായ്ക്കപ്പെടും. നാളെ മഹ്ശറയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാത്ത ഒരാളും അവനേക്കാൾ മുൻകടന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമേൽ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ഇത്. തൗഹീദ് നമ്മുടെ പര്യവസാനം നിന്നാകാൻ, തൗഹീദ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദിക്ർ കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 ചെല്ലണം, വൈകുന്നേരം 100 ചെല്ലണം. ഇനി വൈകുന്നേരം ഒരാൾ 10 തവണയാണ് ചെല്ലുന്നതെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് തൗഹീദ് അത് വളരെ പ്രധാനമാണ്. ഈ ദിക്റുകളൊക്കെ ചെയ്ത് അതിനുവേണ്ടി അതിന്റെ പ്രബോധനവുമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തെ വിഷയം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക എന്നത്, സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് പോവുക എന്നത്. ഒരു പുതുമ കേൾക്കുമ്പോൾ 2 മണിക്കൂറിൽ തക്കുവുണ്ടാവുക, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു ദിവസം ഈമാനോടുകൂടി ജീവിക്കാം, പിന്നീട് അതിൽ നിന്ന് വിട്ടുപോവുക. ഈ അവസ്ഥ എല്ലാ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അത് അപകടമാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്തിഖാമത്ത് ഉണ്ടാകണമെങ്കിൽ കർമ്മങ്ങൾ നമ്മൾ പതിവാക്കിയേ തീരൂ. ഓരോ കർമ്മങ്ങളും നിരന്തരമായി ചെയ്തു പോകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നമ്മൾ കഴിയുന്നതും നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെയും ഇബാദത്തുകൾ തുടർത്തി കൊണ്ടുപോകണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇബാദത്തുകളെല്ലാം, നമസ്കാരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം വിട്ടുവീഴ്ചയില്ലാത്തൊരു കർമ്മമാണ് നമസ്കാരം. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്,
അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അസ്സലാത്തു അലാ വഖ്തിഹാ, നിർബന്ധ നമസ്കാരങ്ങൾ അതിന്റെ സമയക്രമത്തിൽ നിർവഹിക്കുക എന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ അബ്ദ മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് വഅമലിഹി സ്വലാത്തുഹു, അവന്റെ നമസ്കാരമാണ്. വഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജസ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നന്നായാൽ ആ നമസ്കാരം കൃത്യമായി നിഷ്ഠിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ വിജയിച്ചു. ആ ഒന്നാമത്തെ വിചാരണയിൽ അവൻ പരാജയപ്പെട്ടാൽ അവൻ നഷ്ടപ്പെട്ടു പോയി, അവൻ പരാജിതനായി നിർഭാഗ്യവാനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കർമ്മങ്ങളിൽ ഇബാദത്ത് നിസ്കാരം നിലനിർത്തിപ്പോണം, എങ്കിലേ നമ്മുടെ മരണം നന്നാവുകയുള്ളൂ എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കർമ്മമാണ് നമസ്കാരം. അത് നമ്മൾ ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതുപോലെ നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, അദ്കാറും സബാഹിലും മസാഹിലുമുള്ള ദിക്റുകൾ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹു അലാ അഹ്യാനി, നബിയുടെ ജീവിതത്തിൽ മുഴുവൻ ദിക്റായിരുന്നു. നബി ദിക്റുകൾ കൊണ്ട് നിരന്തരമായി ജീവിതത്തിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും മുന്നോട്ട് പോയ വ്യക്തിയാണെന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദിക്റുകൾ ചെയ്ത്, അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു മൃതൊന്നും അറിയില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ്, കർമ്മങ്ങൾ അങ്ങനെ പതിവാക്കുന്നവർക്കാണ് ഖാത്തിമത്ത് നന്നാവുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മസലുല്ലദീന യദ്കുറു റബ്ബഹു വല്ലദീന ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹനെ ഓർക്കുന്ന ഹൃദയവും ഓർക്കാത്ത ഹൃദയവും മരിച്ചവനെയും ജീവിച്ചവനെയും പോലെയാണ്. അത്തരം ഹൃദയം മരിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ജീവസുറ്റ ഹൃദയവുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ കാര്യം പറയേണ്ടതില്ല, എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കേണ്ടതാണ്. രാവിലെയും രാത്രിയും നിർവഹിക്കേണ്ടത് ഒരു ദിക്ർ, അല്ലാഹുമ്മ അന്ത റബ്ബി എന്ന് തുടങ്ങുന്ന, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പഠിക്കണം. അതെല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കണം. ഇന്നും നിർവഹിച്ചവരായിരിക്കണം നമ്മൾ. നിർവഹിക്കാത്തവരുണ്ടെങ്കിൽ നിസ്സാരമായി കാണേണ്ടതില്ല, തുടർത്തിക്കൊണ്ടുപോകേണ്ട ഒരു ദിക്റാണ് എന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, നമസ്കാര ശേഷമുള്ള ദിക്റുകളും ദുആകളും, അതും നമസ്കാര ശേഷം എണീറ്റ് വേഗം പോവുകയല്ല, ആ ദിക്റുകളും ദുആകളും വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണ്. അതും നമ്മൾ തുടർത്തിക്കൊണ്ടുപോകണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് സഹോദരങ്ങളെ, കർമ്മങ്ങൾ തുടരെ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഊറ്റം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. പലതും പറഞ്ഞ് ഊറ്റം കൊള്ളും. ആ പള്ളി പണിഞ്ഞത് ഞാനാണ്, ഞാൻ ഇത്രയും കാലം ഈ മേഖലയിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളാണ്, ഞാൻ ഹജ്ജ് ചെയ്ത ആളാണ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. അത് കാര്യമുണ്ടാകണമെങ്കിൽ അതെന്ത് വേണം? നമ്മുടെ ഹാത്തിമത്ത് നന്നാകണം. എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ഹാത്തിമത്ത് മോശമായി പോയാലോ അത് ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ് അവൻ. അതുകൊണ്ട് ആ ഒരു ഭയവും ആശങ്കയും നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ കർമ്മനിരതരായി വിനയാന്വിതരായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അഞ്ചാമത്തൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്നും ആയിട്ടില്ല എന്നുള്ള ചിന്ത വേണം. എന്തൊക്കെയോ ആയി, എനിക്കുള്ളതായി എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒന്നും ആയിട്ടില്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു യുവാവ് മരണമാസന്നമായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബിയുടെ അടുത്തേക്ക് വന്നു. അവിടുന്ന് ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? കൈഫ തജ്ദുക, എന്താണ് നീ ഇപ്പോ, നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അർജുല്ലാഹ യാ റസൂലല്ലാഹ് അഖാഫു ദുനൂബി, അള്ളാഹുവിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാൻ ആ മരിക്കുന്ന സമയത്ത്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ഖാല റസൂലുള്ളാഹി ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതി, ഇതുപോലെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ചിന്ത, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്താൽ ഒരുമിച്ച് വന്നാൽ ഇല്ല അഅതാഹു മാ യർജു, നീ ആഗ്രഹിക്കുന്നത് അള്ളാഹു നൽകാതിരിക്കുകയില്ല. വഅമലഹു മിമ്മാ യഖാഫു, നീ ഭയപ്പെടുന്ന അള്ളാഹു നിന്നെ സംരക്ഷിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പാവങ്ങളെ, തെറ്റുകളെ നിസ്സാരമായി കാണാതിരിക്കുക. ഹാത്തിമത്ത് നന്നാകാൻ ആറാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, തെറ്റുകളെ നിസ്സാരമായി കാണരുത്. കഴിഞ്ഞ 2-3 ഖുത്ബകളായി നമ്മൾ അത് വിശദീകരിച്ച വിഷയമാണ്. തെറ്റുകളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ ഈ ഈ പള്ളി ഇപ്പോൾ ഇടിഞ്ഞു വീണാൽ നമ്മൾ മരിക്കും എന്ന തോന്നലുണ്ടാകണം. നീണ്ടു നിവർന്ന് കിടക്കുന്ന പടിഞ്ഞാറിന്റെ അറബിക്കടൽ അതൊന്ന് ആഞ്ഞടിച്ചാൽ ഈ നിമിഷം നമ്മൾ മരിച്ചു പോകുമോ എന്ന ഭയം. അതുപോലെയാണ് തൊട്ടുമുകളിൽ ഒരു പർവ്വതം നിൽക്കുമ്പോൾ എത്ര
അത്ര ഭയത്തോടുകൂടിയിരിക്കും. അതുപോലെ തെറ്റുകളെ കാണണമെന്നാണ് ഇസ്ലാം പറയുന്നത്. തെറ്റുകളെ ഒരിക്കലും നിസാരമായി കാണരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൻപാപങ്ങൾ ഉപേക്ഷിക്കണം, തീർച്ചയായും ഉപേക്ഷിക്കണം. അങ്ങനെ വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും മാന്യമായ ഒരിടത്തേക്ക് അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത് സ്വർഗമായിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണുക. ഇന്ന് പല തെറ്റുകളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദാ വഹറ സിന വരിബ, പലിശയും വ്യഭിചാരവും ഒക്കെ വർദ്ധിക്കും. അതിങ്ങനെ സമൂഹത്തിൽ വ്യാപകമാകുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. ഒരു കറിയത്തിൽ, ഒരു സമൂഹത്തിൽ അത്തരം തെറ്റുകൾ വർദ്ധിച്ചാൽ, ഈ തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷ സമൂഹത്തിൽ ഇറങ്ങും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ പേടിക്കേണ്ട ഒരു കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരണരംഗത്ത് പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകും. ആ സമയത്ത് പോലും ഈമാനോടുകൂടി മരിക്കാതിരിക്കാനുള്ള ശ്രമം പിശാചി നടത്തുന്നതാണ്. അതൊരു വലിയ പരീക്ഷണമായിരിക്കും. അവിടെ വിജയിക്കണമെങ്കിൽ, അവിടെ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ, ആ പിശാചിന്റെ പുതന്ത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ ജീവിതം കൊണ്ട് ഈമാനികമായ അടയാളപ്പെടുത്തലുകളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മമായി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം സാധ്യമാകേണ്ട 6 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 7-മത്തെ വിഷയം പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ എന്ന നിരന്തരമായ പ്രാർത്ഥനകൾ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹു ഹിദായത്തിലായ ശേഷം, മുസ്ലിമായ ശേഷം, ഈമാൻ ഉണ്ടായതിനു ശേഷം അത് നഷ്ടപ്പെട്ടു പോകുന്നവരിൽ ഉൾപ്പെടുത്തരുതേ, ഈമാനോടുകൂടി മരിക്കുന്നവരെ ഉൾപ്പെടുത്തണേ എന്ന അടങ്ങുന്ന പ്രാർത്ഥനകൾ അതെപ്പോഴും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ, എല്ലാ രംഗത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും പര്യവസാനം നന്നാക്കണേ, മരണത്തിന്റെ എല്ലാ രംഗവും നീ നന്നാക്കി തരണേ. വഅജ്ർനാ മിൻ ഖിസിയത്ത് ദുനിയാ, ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ. അതൊരു വലിയ കാര്യമാണ്. ഒരു അപമാനം ഉണ്ടാകാൻ വലിയ സമയമൊന്നും വേണ്ട. പല വാർത്തകളാണ് ഇന്ന് വരുന്നത്. നിരപരാധികളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലൊക്കെ വരാം അല്ലേ. പലപ്പോഴും ദുനിയാവിൽ അപമാനപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതിൽ നിന്ന് എല്ലാവരും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദുനിയാവിന്റെ അപമാനത്തിൽ നിന്ന് അള്ളാഹുവെ നീ ഞങ്ങളെ കാൽക്കണേ എന്നാണ്. വാദാബിലാഹറ, പരലോക ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങൾ, ഈ പ്രാർത്ഥന ഏത് രംഗത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരലോകം ഖുതുബയുടെ ആകത്തുക ഇതാണ് സഹോദരങ്ങളെ. പരലോകം നമ്മുടെ അജണ്ടയാകണം. ഇതാണ് വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ വസാലഹ സഹിഹ, അതിനുവേണ്ടി അവൻ പരിശ്രമിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ വഹുവ മുഅ്മിനുൻ, തൗഹീദുള്ളവനായി മുഅ്മിനായിട്ടാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ഫൗലായിക കാന സഹീഹു മഷ്കൂറ, അവൻ അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകും എന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ പര്യവസാനം നന്നാവുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മക്കൊണ്ട് ആരും പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം പരലോക രക്ഷയ്ക്ക് അനിവാര്യമാണ്. ദുനിയാവിൽ സൃഷ്ടികളുടെ പൊരുത്തമുണ്ടെങ്കിൽ പരലോക ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നതുകൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടുവർത്തമാനങ്ങൾ പറയുന്നതിനിടെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ആളുകളെ വേദനിപ്പിക്കുക, അതിപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമല്ലേ പറഞ്ഞതെന്നാണ് നമ്മൾ പറയാം. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് മറ്റൊരാൾ വേദനിക്കുകയോ വിഷമിക്കുകയോ ചെയ്താൽ അത് അവരുടെ പൊരുത്തമില്ലെങ്കിൽ നമ്മുടെ പരലോക ജീവിതത്തിന്റെ വിജയത്തെ അത് സാരമായി ബാധിക്കുമെന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണെന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ രംഗത്തും ഉഷാറായി പോകുമ്പോഴും നമ്മുടെ നാവ് കൊണ്ട് നരകം വാങ്ങുന്നവരായി മാറരുത്. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കുടുംബകലഹങ്ങൾ അതിനൊക്കെ വളരെ ഗൗരവമുണ്ടെന്ന് ശ്രദ്ധിക്കണം. അമ്മായിയമ്മ മരുമക്കൾ പോരുകൾ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് വലിയ അപകടം. നമ്മുടെ സ്വർഗത്തെ അത് ബാധിക്കുമെന്നത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എല്ലാ രംഗത്തും സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയാലേ സ്വർഗം കരസ്ഥമാവുകയുള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി പള്ളിക്ക് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, കോട്ടയം മണ്ഡലം സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 2 മണിക്ക് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്.
എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് കോട്ടയം ജില്ലയിലെ ആദ്യകാല സജീവ ഇസ്ലാഹി പ്രബോധന രംഗത്ത് ഉള്ള പ്രവർത്തകരാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് മസ്ജിദിന്റെ പ്രവർത്തനത്തിലും സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെടുകയും ഇന്ന് കബറടക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ആ ആദർശ സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു മഹ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബർസഖിയായ ലോകത്ത് അല്ലാഹു ഖബറിനെ വിശാലമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ, കുടുംബക്കാർ, അയൽവാസികൾ, ആദർശ സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് എല്ലാവർക്കും മഹ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അല്ലാഹു അവരുടെ രോഗത്തിന് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അല്ലാഹു അവർക്ക് നിർഭയത്വവും ഭക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.